ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഒരു മാസത്തെ വെക്കേഷന് നാട്ടിൽ വന്നിട്ട് ദിവസങ്ങളൊക്കെ പെട്ടെന്നാണല്ലോ പോകുന്നതെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് ഞാൻ. രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് പറമ്പിക്കൂടെ കറങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ലൂക്കാച്ചനാണല്ലോ അപ്പാടോടെ ഇരുന്ന് പത്രം വായിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മഴയും വെയിലും പോകുന്നതും വരുന്നതും കണ്ട് ഇങ്ങനെ ഇരിപ്പാണ്. മഴയൊക്കെ തോർന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ജാതിക്കായും ജാതിപത്രി എടുക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വീട്ടിലെത്തിയിരിക്കുന്നു. ഇവരെന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്ന മട്ടിലാണ് ലൂക്കാച്ചന്റെ നോട്ടവും ഇരിപ്പും. കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞപ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങി ഞാൻ കണ്ടത് ലൂക്കാച്ചിന്റെ ഡ്രസ്സ് ഉണങ്ങാൻ ഇട്ടിരിക്കുന്ന ഈ യന്ത്രമാണ്. മഴ വരുമ്പോൾ എടുത്തുകൊണ്ട് ഓടാൻ പറ്റുമെന്ന ഈ യന്ത്രം കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ പതിവ് പോലെ ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ച് വിശ്രമിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പായ്ക്ക് കാഞ്ഞിരപ്പള്ളി വരെ പോകേണ്ടതുണ്ട്. ലൂക്കാച്ചനാണെങ്കിൽ അപ്പാടെ പോണം താനും. എന്നാ പിന്നെ കുറച്ച് നടന്നിട്ട് വരാന്ന് പറഞ്ഞ അമ്മയും കൂടെ കൂടി. തിരിച്ചു വന്ന ലൂക്കാച്ചൻ കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ചു നേരം കളിയും ചിരിയുമായിട്ടിരുന്നു. ഇന്ന് വൈകുന്നേരം പപ്പായും അമ്മയും മുളങ്ങുന്നു നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. ലൂക്കാച്ചനെ കൊണ്ട് പുറത്തിറങ്ങി കൊതുകുകളോട് കുറച്ച് ഫൈറ്റിംഗ് ചെയ്ത് കുഞ്ഞുങ്ങളോടും കുഞ്ഞാൻ്റിയോടും കുറച്ച് കളിയും ചിരിയായിട്ടിരുന്നപ്പോൾ അടുത്ത മഴയൊക്കെ തോർന്നപ്പോഴത്തേക്കും പപ്പായും അമ്മയും എത്തിപ്പോയിട്ടോ. ലൂക്കാച്ചൻ്റെ ഒരു ചിരിയൊക്കെ പാസ്സാക്കി പപ്പാടെ അമ്മയുടെയും കൂടെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന പപ്പായും അമ്മയും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അപ്പ വന്നതിന് ശേഷം ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത്രയും ദിവസം മലന്നും കമന്നും ഇരുന്നും തിരിഞ്ഞും കളിച്ചോണ്ടിരുന്ന ലൂക്കാച്ചനാണെങ്കിൽ ഇന്ന് അതാ കട്ടിലിന്റെ പടിയെ പിടിച്ച് എണീറ്റ് നിൽക്കുന്നു. ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ ഓരോ മാതാപിതാക്കളുടെയും മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുന്ന ഓരോരോ നിമിഷങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ ഇതൊക്കെ കണ്ട് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ ഇതുപോലെ 100 സന്തോഷങ്ങൾ തന്നിട്ടുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ. ഇന്നത്തെ രാത്രി മുഴുവൻ ലൂക്കാച്ചൻ്റെ ട്രെയിനിങ് ദിവസമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അവൻ എണീക്കുകയും മറിയുകയും കിടക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഞങ്ങളുടെ ഈ കുഞ്ഞു സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങൾക്ക് ഉറങ്ങാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ശരി, നാളെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്.